ആത്മാവിൽ വളരാനും കൃപയിൽ നിലനിൽക്കാനും വേണ്ടി പരസ്പരം ഉപദേശിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം അങ്ങനെയുള്ളവരുടെ എണ്ണം നേരത്തെ കൂടുതലായിരുന്നു ശരിക്കും. ഇപ്പോൾ വിൻസെൻ്റ് ഇപ്പോൾ ഉണ്ടായിരുന്നു നമുക്ക്, അതുപോലെ തന്നെ സൊഡാലിറ്റി, ലിജോ മേരി ഉണ്ടായിരുന്നു. അവരൊക്കെ പണ്ട് നല്ല പ്രബോധകരായിരുന്നു ശരിക്കും. ഇന്നിപ്പോൾ വീട് വെച്ച് കൊടുക്കുന്ന ആൾക്കാരും ഉപവിപ്രവർത്തനങ്ങൾ മാത്രം ചെയ്യും. ഉപവിപ്രവർത്തനങ്ങളൊക്കെ കാശ് സമയം ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ പ്രബോധകരാകാൻ പറ്റത്തുള്ളൂ. അപ്പം അത് സീരിയസ് വിഷയമാണ്. സഭയുടെ സ്വത്തെന്ന് പറയണത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായ ഇതുപോലുള്ള പ്രബോധനങ്ങളാണ്. വളരുന്നവരെ പ്രാർത്ഥനയെ മാത്രം വളരാതെ പ്രബോധനത്തെ വളർന്ന് മറ്റുള്ളവരെ നിലനിർത്താൻ സാധിക്കണം. നമ്മൾ നിലനിൽക്കുകയും ചെയ്യണം, മറ്റുള്ളവരെ നിലനിർത്താനും കൂടി എന്നെ ഉപകരണമാക്കണമെന്ന് ഓരോ ദിവസവും പ്രാർത്ഥിച്ചാൽ നമുക്കതിനെ നിലനിൽക്കാൻ കഴിയും. മറ്റുള്ളവരെ, നമ്മുടെ ഒപ്പം മറ്റുള്ളവരെയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.